അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഈവനിങ്ങില്ലേ ഞാനും മോനോട് വെറുതെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഷോപ്പിൽ വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എടുത്ത കുറച്ച് ക്ലിപ്സാണിത് കേട്ടോ. ഷോപ്പിനകത്തൊന്നും കയറിയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നതാണ്. ഭയങ്കര റഷായിരുന്നു റോഡിൽ. അപ്പം തിരക്കില്ലാത്ത സ്ഥലം വന്നപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സ് ഇങ്ങനെ എടുത്തേ കേട്ടോ. പിന്നില്ലേ നമ്മുടെ മക്കളൊക്കെ ഇല്ലേ ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നൊരു ഓംലെറ്റാണ് കേട്ടോ ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. പക്ഷേ ഇതില്ലേ ഒരു പിസ്സയുടെ ലുക്ക് വരും. അപ്പോൾ അതുകൊണ്ടില്ലേ എൻ്റെ മോനൊക്കെ ആണെങ്കിൽ ഞാൻ കഴിച്ചോളും കേട്ടോ. വലിയൊരു ടേസ്റ്റിനകത്തൊന്നും വലിയ കടുംപിടുത്തം പിടിക്കാതെ പുള്ളിക്കാരനൊക്കെ കഴിച്ചോളും. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാവേ. ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്തില്ലേ എപ്പോഴും കേൾക്കുന്ന ഒരു വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വരുന്ന സമയത്ത് കുറച്ച് പ്രായമായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ഉമ്മാടുമ്മ അല്ലെങ്കിൽ വാപ്പാടുമ്മ അവരൊക്കെ ഇല്ലേ മിക്കവാറും വീട്ടിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നൊരു വാക്കായിരുന്നു ബർക്കത്ത് എന്നുള്ളത്. അതും നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എപ്പോഴും അവരെന്തെങ്കിലുമൊക്കെ കാര്യം പറയുന്ന സമയത്ത് ബർക്കത്ത് എന്നുള്ളൊരു വാക്ക് അവർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നേ. അപ്പം നമുക്ക് ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാം കേട്ടോ. ശരിക്കും ഇല്ലേ ഈ ബർക്കത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും അത് കൗണ്ട് ചെയ്യാനോ മെഷർ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സംഭവമാണ് കേട്ടോ ഈ ബർക്കത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ. ശരിക്കും അത് നമുക്ക് എന്താ പറയുക ഫീൽ ചെയ്യാനാണ് പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്കിപ്പം ഇപ്പോൾ എല്ലാവർക്കും 24 hours അല്ലേ ടൈമുള്ളൂ. അപ്പോൾ ചിലർക്കാണെങ്കിൽ നമുക്ക് ആ 24 hours ഭയങ്കര സ്ട്രെച്ചായിട്ട് ആ 24 hours നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് കാശേ ഉള്ളൂ, പക്ഷേ ആ പൈസ വെച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് നമ്മുടെ മക്കൾ വളർന്നു വരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്തല്ലേ എപ്പോഴും നമുക്കൊരു സമാധാനമൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഇത് കുറച്ച് എക്സാമ്പിൾസാണ് കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബർക്കത്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ബർക്കത്തില്ലേ പലർക്കും പല രീതിയിലായിരിക്കും ഫീൽ ചെയ്യുന്നത് കേട്ടോ. ചിലർക്ക് സമയത്തിലായിരിക്കും, ചിലർക്ക് പണത്തിനായിരിക്കും, ചിലർക്ക് മക്കളിലായിരിക്കും, ചിലർക്ക് അവർ ചെയ്യുന്ന ബിസിനസ്സിലായിരിക്കും, ചിലർക്ക് ആരോഗ്യത്തിലായിരിക്കും. ഇതിലെല്ലാത്തിലും കൂടെ ഉണ്ടാവുന്ന ആളുകളും ഉണ്ടാവും കേട്ടോ. ഇപ്പം എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ തന്നെ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന രീതിയിലൂടെ തന്നെയാണ് ആക്ച്വലി നമ്മൾ ഈ ബർക്കത്തിനൊരു സ്പേസ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതം നമ്മൾ ആ ബർക്കത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് തുറന്നു കൊടുക്കണം. അതായത് അള്ളാഹുവിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫ് വേണം. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്തുള്ള സത്യസന്ധതയും നമ്മുടെ നീയത്ത് ബേസിക്കലി നല്ലതായിരിക്കണം. അപ്പം അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ജീവിതം, നമ്മുടെ ഡെയിലി ലൈഫ് തന്നെ ആ ബർക്കത്തിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ആ ബർക്കത്ത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് തന്നെ ഓപ്പൺ ആവും. അപ്പോൾ അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ബർക്കത്ത് അല്ലാഹു നമുക്ക് ഇറക്കിത്തരും കേട്ടോ. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞൊരു കഥയാണ്. അതായത് ഒരു മനുഷ്യൻ ഒരു ഡെസേർട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ്. ഭയങ്കര വിജനമായിട്ടുള്ളൊരു മരുഭൂമിയിൽ കൂടെ അയാളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അയാളൊരു സൗണ്ട് കേട്ടു കേട്ടോ. അതായത് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ ഗാർഡൻ ഇൻ ദ സെൻസ് കൃഷി ചെയ്യുന്ന ആ സ്ഥലത്ത് മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു അശരീരി കേട്ടു. അതായത് ഒരു മേഘത്തിനോട് പറയുവാണ് ഇന്ന ആളുടെ കൃഷിയിടത്ത് പോയിട്ട് മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടു. അപ്പോൾ ഇയാൾക്കിത് ഭയങ്കര അതിശയമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇയാൾ മരുഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് മേഘങ്ങൾ ഇങ്ങനെ നീങ്ങിപ്പോവാണ്. അപ്പം ഇയാൾക്കിത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇയാൾ ആ മേഘങ്ങളുടെ പുറകിന് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ മരുഭൂമിയിൽ കൂടെ നടക്കുന്നു, മേഘം മുകളിൽ കൂടെ പോവാണല്ലോ. അപ്പം ഇയാളിങ്ങനെ പോയിട്ട്
നോക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു നീർച്ചാലുണ്ട്. ആ നീർച്ചാൽ ഇങ്ങനെ വെട്ടി അത് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയിടത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആ നീർച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കറക്റ്റ് ആ നീർച്ചാലിൻ്റെ മുകളിലെത്തിയ സമയത്ത് ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നേരത്തോളം ഈ മഴ ഇങ്ങനെ പെയ്തു കേട്ടോ. അങ്ങനെ കറക്റ്റ് ആ വെള്ളം ഒഴുകിയിട്ട് ആ ഒരു കൃഷിയിടത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, ആ നീർച്ചാലിനെ ലക്ഷ്യം വെച്ചിട്ട് ഇയാൾ നടന്നു. അങ്ങനെ ഇയാൾ കുറേ ദൂരം നടന്ന സമയത്തില്ലേ അവിടെ ഒരു ആൾ നിൽപ്പുണ്ട്, ആ കൃഷിയിടത്തിനകത്തൊരാൾ നിൽപ്പുണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, അയാളുടെ പേരെന്തുവാന്ന് ചോദിച്ചു കേട്ടോ. ഈ മരുഭൂമിയിൽ നിന്ന് വന്ന ആൾ കൃഷിയിടത്തിൽ നിൽക്കുന്ന ആളോട് അയാളുടെ പേരെന്തുവാന്ന് ചോദിച്ചപ്പം കറക്റ്റ് അയാൾ കേട്ട അശരീരി ഉണ്ടല്ലോ ആ മരുഭൂമിയിൽ നിൽക്കുന്ന സമയത്ത്, ആ സെയിം പേരായിരുന്നു ഈ കൃഷിയിടത്തിൽ നിന്ന് അയാൾക്കുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അയാൾ ചോദിച്ചു, ഇയാൾ എന്താണ് ഈ കൃഷിയിടം വെച്ചിട്ട് എന്താണ് താങ്കൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഇയാൾ പറഞ്ഞു, ഇയാളുടെ കൃഷിയിടമില്ലേ 3 കാര്യങ്ങൾക്കായിട്ടാണ് ആക്ച്വലി ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ 1/3 ഭാഗം ചാരിറ്റിക്കും, 1 ഭാഗം കുടുംബത്തിനായിട്ടും, 1 ഭാഗം അയാൾ വീണ്ടും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുവാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ആ മനുഷ്യൻ്റെ ആ സദക്ക ചെയ്യാനുള്ള മനസ്സും, പിന്നെ അതുപോലെ തന്നെ ഇൻറ്റൻഷനലി ആണ് അയാളത് ചെയ്യുന്നത്, അബദ്ധത്തിലൊന്നും ചെയ്യുന്നതല്ല. ഇൻറ്റൻഷനലി അയാൾ എന്ത് ചെയ്തു, അയാളുടെ ലാൻഡ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു ഭാഗം അയാൾ സദക്കയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പം അങ്ങനെ അയാൾ ഇൻറ്റൻഷനലി അയാളുടെ വെൽത്ത് അയാൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അല്ലാഹു തആലയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അള്ളാഹു ആ ആളുടെ പേര് എടുത്ത് പറഞ്ഞിട്ട് അവിടെ മഴ പെയ്യിപ്പിച്ചത്. മനസ്സിലായോ? അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞാലില്ലേ, ആ കൃഷിക്കാരൻ്റെ കർമ്മവും അയാളുടെ നീയത്തുമാണ് അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് അയാൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കേസിൽ നമ്മുടെ കർമ്മവും നമ്മുടെ ഇൻറ്റൻഷനും ബർക്കത്തുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റോറി പറഞ്ഞത് കേട്ടോ. പിന്നില്ലേ, നമുക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സദക്ക കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ പലിശ ഒഴിവാക്കുക, പിന്നെ നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലോട്ടും ബർക്കത്ത് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കർമ്മവും നമ്മുടെ ഇൻറ്റൻഷനും കറക്റ്റായിരിക്കുക, പ്രോപ്പറായിട്ട് ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇല്ലേ, നമുക്ക് ബർക്കത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ദുആ ഞാൻ പറഞ്ഞുതരാം. റബ്ബി ഇന്നി ലിമ അൻസൽത്ത ഇലയ്യ മിൻ ഖൈറിൻ ഫക്കീർ. ഈ ദുആയിലെ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ദുആ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാം, എന്തോരം സമയം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം, ഒത്തിരി പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതെല്ലാം ഹലാലായ രീതിയിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പക്ഷേങ്കിലുണ്ടല്ലോ, നമ്മുടെ ഹൃദയമില്ലേ എപ്പോഴും അള്ളാഹുവായിട്ട് ബന്ധപ്പെട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ബന്ധം ഡിസ്കണക്റ്റായി പോവാതെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതായതില്ലേ, ചില ആൾക്കാർക്കില്ലേ സമ്പാദ്യം കൂടുന്ന സമയത്തില്ലേ അവർക്ക് ഭയങ്കര തിരക്കും വരുമായിരിക്കും, അവർ ഒത്തിരി കാര്യങ്ങളിലോട്ട് എക്സ്ട്രാ ഇൻവോൾവ് ആയി പോകും. അപ്പോൾ ആ സമയത്ത് അവർ നമസ്കാരം ഒന്നുകിൽ വേഗത്തിലാക്കും, ഭയങ്കര സ്പീഡിൽ നമസ്കരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ അവർ കുറച്ച് നാളത്തേക്ക് നമസ്കാരം ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കുണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിപ്പം നമ്മുടെ സമ്പാദ്യം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയം ഭയങ്കര കട്ടിയുള്ളതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാമല്ലോ പേഴ്സണലി നമ്മുടെ മൈൻഡ് മാറുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനിയിപ്പോൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഇല്ലേ, നമ്മളെ നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സമയമുണ്ട്, പക്ഷേ ആ സമയത്ത് നമുക്ക് ആ വെറുതെ ഇരിക്കുന്ന ആ സമയത്തിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നന്മ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ വെറുതെ ഇരിക്കുവാണ്, അപ്പം നമുക്ക് മൊബൈലിൽ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരമില്ലേ, നമുക്ക് മൊബൈലിൽ തന്നെ ഒരു ഖുർആൻ എടുത്തിട്ട് ഒന്ന് ഓതാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല. ആ ഒരു രീതി ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം കേട്ടോ. അതായത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ശരിക്കും ചിന്തിക്കണം. നമ്മുടെ ആത്മാവിനെ വെറും മരുഭൂമി പോലെ നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കരുത് കേട്ടോ. നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് അള്ളാഹു താലയെ കണ്ടുമുട്ടണം നമുക്കല്ലേ. നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിനെ നമ്മൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത് അല്ലേ. നമുക്ക് ഇത്രയും നാൾ അള്ളാഹുവിനെ പറ്റിയിട്ട് പറഞ്ഞ് കേട്ടും അനുഭവിച്ചും നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും നമുക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ. എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ അള്ളാഹുവിനെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മരിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോൾ അള്ളാഹുവിനെ തീർച്ചയായിട്ടും നമ്മൾ കാണും. അത് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കാണുമെന്നുള്ളത്. ആ സമയത്ത് തല കുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്ത് നമ്മൾ വർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് കേട്ടോ. നമുക്കിനിയിപ്പോൾ എത്ര തിരക്കാണെങ്കിലും നമ്മൾ ഒരു നിമിഷം ഇരുന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യണം. ഇന്ന് ഞാൻ അള്ളാഹുവായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എന്ത് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബർക്കത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതോ മെഷർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മുടെ കർമ്മം കൊണ്ടും അള്ളാഹുവായിട്ടുള്ള ബന്ധം കൊണ്ടും നമ്മുടെ നിയത്ത് കൊണ്ടിട്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് അള്ളാഹു താല നമുക്ക് ഇറക്കിത്തരുന്ന ഒരു കാര്യമാണ്. അതെല്ലാവർക്കും കിട്ടത്തില്ല. അതൊരു ഡിവൈനായിട്ടുള്ളൊരു ഗിഫ്റ്റ് അള്ളാഹു താല നമുക്ക് ഇറക്കിത്തരുന്നതാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും അള്ളാഹു താലയുടെ ബർക്കത്തുണ്ടാവട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ ബെറ്റർ ഹാഫിലും നിങ്ങളുടെ സമ്പാദ്യത്തിലും നിങ്ങളുടെ ആരോഗ്യത്തിലും എല്ലാത്തിലും അള്ളാഹു താലയുടെ ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നില്ലേ വീഡിയോ കാണുന്നവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വീഡിയോയിൽ എന്താ ഇഷ്ടപ്പെട്ടത്, എന്താ ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് വീഡിയോ മെച്ചപ്പെടുത്തേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളില്ലേ, നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലല്ലേ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്താ കാര്യം എന്നുള്ളത്. എന്താണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് അറിയാനൊരാഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.